ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ടൊരു സ്മൂത്തി ആട്ടാ കഴിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ 1 ടേബിൾ സ്പൂൺ ഓട്സും അതുപോലെ ഒരു 6 ഡേറ്റ്സും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ ഓട്സും ഡേറ്റ്സും ഒരു മണിക്കൂർ ഞാൻ സോക്ക് ചെയ്തതിന് ശേഷമാണ് ഇടണേ. കൂടെ ഞാലിപ്പൂവൻ പഴം ഒരെണ്ണം, ഒരു റോബസ്റ്റ പഴവും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്ത് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടിയിലുള്ള നമ്മുടെ സ്മൂത്തി റെഡി. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തു കേട്ടോ അരയ്ക്കാനായിട്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് തോരൻ എന്താ വെച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നാൾ ദിവസം ചീരച്ചേമ്പിൻ്റെ തണ്ട് വെച്ചുല്ലോ, അതിൻ്റെ ഇലയാണ് ഇന്ന് തോരൻ വെക്കണേ കേട്ടോ. അപ്പം അന്ന് തണ്ട് തന്നെ നമുക്ക് ധാരാളമായിരുന്നു. അപ്പോൾ ഇന്ന് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കിയല്ല, നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കുക. നന്നായി ഒന്ന് ആയിക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല അരിഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അപ്പോൾ നന്നായി ആയപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ചെറുതായി അരിഞ്ഞ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ ഇലയുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളിടുന്നത് ഒരുപാടുണ്ടെങ്കിലും കുക്കായി വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ അത്. അപ്പോൾ നന്നായിട്ടതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ടൊന്ന് ഒന്ന് മൂടി വെച്ച് ആവി കയറിയ നമ്മുടെ ഇല നന്നായിട്ട്, ചീരച്ചേമ്പിൻ്റെ ഇല നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും കേട്ടോ. നമ്മൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെന്തുടയാത്ത പരിപ്പ് കുറച്ചതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ ഇലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ അത്. ചീരച്ചേമ്പെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചേമ്പല്ലേ ചൊറിയുന്നു. പക്ഷെ അങ്ങനെ ചൊറിയണ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഇലവർഗ്ഗം പോലെ തന്നെ ഇത് കഴിക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലുണ്ടാവണ കാരണം വിഷാംശം ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ ഇടുമ്പോൾ ടേസ്റ്റ് കൂടും ഇതിൻ്റെ. നന്നായി ഒന്ന് മിക്സ് ആക്കുക. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീരച്ചേമ്പില്ല തോരൻ. ഇത് തന്നെ ഇതുവരെ നമ്മൾ ഉപ്പേരി വെച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ പരിപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് വെച്ചേക്കണേ. പിന്നെ ഇന്ന് ഉപ്പേരി വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴപ്പിണ്ടിയും അതുപോലെ ചെറുപയറും കൂടിയിട്ടുള്ള തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറും അതുപോലെ വാഴപ്പിണ്ടിയും കൂടി ചേർത്ത് വെള്ളം ഒട്ടും ഇല്ലാതെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടിയും ചെറുപയറും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറ് കറിക്ക് പരിപ്പ് മിളകാ ചെയ്തായിരുന്നു കേട്ടോ അന്ന്. ചെറുപയറിന് പകരം വെൺപയറായാലും മതി. നമ്മളിപ്പോൾ ചെറുപയർ ഇട്ടിട്ടാട്ടോ തോരൻ ഉണ്ടാക്കണേ. വാഴപ്പിണ്ടിയും ചെറുപയറും. എനിക്ക് ഇത്തിരി കൂടി വെന്ത് കുഴയണ്ടാട്ടോ ഇഷ്ടം. നന്നായിട്ട് വെന്ത് കുഴയുന്നത്. അതുപോലെ ചെറുപയർ കുറച്ചും കൂടി ഉള്ളതാണ് എനിക്കിഷ്ടം. എന്തായാലും നമുക്ക് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതാണ് ഇന്നത്തെ ഉപ്പേരി ഉള്ളത് കേട്ടോ. പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂത്ത് വരുമ്പോൾ നമ്മുടെ ചതച്ച് വെച്ച മുളകിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് പരിപ്പും കാച്ചി അങ്ങനെ ചാറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.